നിയമസഭയിൽ ഇന്നുണ്ടായ സംഭവ വികാസങ്ങൾ അതിന്റെ വെബ്കാസ്റ്റിംഗ് വന്നു തുടങ്ങിയിരിക്കുന്നു. അതിലേക്ക് പ്ലീസ് നിങ്ങളിരിക്കൂ ഇരിക്കൂ. മാസങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞത്. അതാണ് ഈ പ്രകോപനം ഉണ്ടാക്കിയത്. കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കാരുടെ ഉണ്ടായ തർക്കവുമായി ബന്ധപ്പെട്ട് അങ്ങ് പറയുമ്പോൾ അങ്ങ് മാസങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം എടുത്തു പറഞ്ഞതാണ് തർക്കമുണ്ടായത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായിട്ട് അങ്ങ് അവതരിപ്പിച്ചത് അതാണ്. നോട്ടീസിൽ ഒതുങ്ങി ഇന്ന് സംസാരിക്കണമെന്നേ പറഞ്ഞുള്ളൂ. പ്ലീസ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നിരിക്കും. സർ, ബഹുമാന്യ സ്പീക്കർ സർ, അങ്ങനെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഒരു മെമ്പർ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ വസ്തുത സമർത്ഥിക്കാനായി ചില കാരണങ്ങൾ ഉന്നയിക്കേണ്ടി വരും, ചില കാര്യങ്ങൾ ഉന്നയിക്കേണ്ടി വരും. അതിനെ അങ്ങയുടെ ഇടപെടലാണ് ഇപ്പൊ ഈ പ്രശ്നം ഇവിടെ പ്രകോപനം ഉണ്ടാക്കിയത്. ശരിയായുള്ളത് ചെയറിന് ഇടപെടേണ്ട സമയത്ത് നിങ്ങൾ സമ്മർദ്ദത്തിലാക്കണ്ട. അത് വേണ്ട. പരമാവധി നിഷ്പക്ഷ. അതൊന്നും വേണ്ട. അതിവിടെ മിനിറ്റിന് നടക്കില്ലല്ലോ. റൂൾ 50ക്ക് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ തെറ്റുമ്പോൾ അത് ഓർമ്മപ്പെടുത്തേണ്ട ബാധ്യത മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോഴേക്ക് പ്രകോപിതരാവേണ്ട കാര്യമൊന്നുമില്ല. ഇതിന് മുൻപുള്ള ചെയർ ഇരിക്കുന്നവരും അത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അത് വേണ്ട. നിങ്ങൾ തീർത്തും അനാവശ്യമായിട്ടാണ് ഈ പ്രകോപനം ഉണ്ടാക്കുന്നത്. ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. ഏഴാമത്തെ വീട് നിർത്താൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നിർത്താൻ പറഞ്ഞിട്ടില്ല. നോട്ടീസിൽ ഒതുങ്ങിയെന്ന് സംസാരിക്കാൻ പറഞ്ഞു. അതിന് മുൻപുണ്ടായിരുന്ന പുതിയ കാര്യമല്ല. ഇതിന് മുൻപുള്ള നിങ്ങൾ അങ്ങനെ സമ്മർദ്ദത്തിലാക്കണ്ട. പ്ലീസ് സീറ്റിലേക്ക് പോകും. പ്രശ്നം ഉണ്ടാക്കുക. നോട്ടീസിൽ ഒതുങ്ങിയെന്ന് സംസാരിക്കാനാ പറഞ്ഞത്. പ്ലീസ് ഇടപെടേണ്ട സമയത്ത് ഇടപെടും. ഈ ചട്ടത്തില് വേറെ വകുപ്പുകളുണ്ട് കേട്ടോ. ഇത് ശരിയല്ല കേട്ടോ. സ്പീക്കറെ ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ പറ്റില്ല. ചട്ടത്തില് സ്പീക്കറെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് ശരിയായ രീതിയല്ല. ആവശ്യത്തിനും അനാവശ്യത്തിനും വന്ന് ഇവിടെ വന്ന് വേളം ഉണ്ടാക്കുന്ന ഒരു മര്യാദ ഉള്ളൂ. സർ മുഖ്യമന്ത്രി സംസാരിക്കണം. പ്ലീസ് സർ, ആരും അസ്വസ്ഥരാകണ്ട. ചെയറിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരെയും തൃപ്തിപ്പെടുന്നതിൽ എപ്പോഴും ഇടപെടുക സാധ്യമാവില്ല. പ്ലീസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കണം. നിങ്ങൾ സീറ്റിലേക്ക് പോകും. സർ ഇവിടെ പ്ലീസ് ഇവിടെ സർ നമ്മുടെ സഭ കൃത്യമായ മുഖ്യമന്ത്രി സംസാരിക്കണം. സർ ഇവിടെ നമ്മുടെ സഭ കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നടന്നു പോകുന്ന ഒരു സഭയാണ്. സർ ഇവിടെ സ്പീക്കറെ ഭീഷണിപ്പെടുത്താനാണ് ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾ അങ്ങയുടെ മുന്നിലേക്ക് വന്നതായിട്ട് കണ്ടത്. സർ അങ്ങയുടെ നിലപാടിനെയാണ് ചോദ്യം ചെയ്യുന്നതായി കണ്ടത്. നിലപാടിനെ
വിമർശനം തോന്നിയാൽ ചിലപ്പോൾ സഭ്യമായ ഭാഷയിൽ വിമർശിച്ചെന്നൊക്കെ വരും. എന്നാൽ എല്ലാ പരിധിയും വിട്ടുകൊണ്ടുള്ളൊരു നടപടിയാണ് ഇവിടെ ഉണ്ടായത്. സർ, ഇത് നമ്മുടെ സഭയുടെ സുഗമമായ നടത്തിപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്നൊരു കാര്യമാണ്. ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷ നേതാവും UDFന്റെ മുതിർന്ന നേതാക്കളും ഇത് ഗൗരവമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ പോയാൽ സഭ എവിടെ എത്തും? ഇത് നമുക്ക് അനുവദിക്കാൻ പറ്റുമോ? ഇത്തരം രീതികൾ തുടരാൻ പറ്റുമോ? ഇത്തരം രീതികൾ തുടരുന്ന നിലപാട് അനുവദിക്കുന്നത് ശരിയായതാണോ? അത് UDF നേതൃത്വവും ഇത് പ്രതിപക്ഷ നേതാവും അതേപോലെ തന്നെ UDF നേതാക്കളും ചിന്തിക്കേണ്ടതാണ്. ഒരു കൂട്ടം ആളുകൾക്ക് എന്തുമാകാം എന്ന അവസ്ഥയുണ്ടാകാൻ പാടില്ല. സർ, ഇവിടെ വന്ന് അങ്ങക്കെതിരെ പരുഷമായ വാക്കുകൾ വിളിച്ചു പറയുന്നതായിട്ട് കേട്ടു. എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ ആവർത്തിക്കുന്നില്ല. അതൊന്നും നമ്മുടെ സഭയുടെ അന്തസ്സിന് ചേർന്നതല്ല. ആ ആളുകളുടെ അത്തരത്തിൽ പെരുമാറിയവരുടെ സർ, ആ രീതിയിൽ പെരുമാറിയവരുടെ അന്തസ്സും ഇതിന്റെ ഭാഗമായി ഉയരുകയല്ല എന്നവർ മനസ്സിലാക്കണം. സർ, വളരെ ഗൗരവമായ ഒരു വിഷയം. നിങ്ങൾ ഉണ്ടായിരിക്കും. സഭാ നടപടികളിലേക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇത് നിർഭാഗ്യകരമാണ്. ഇത് നിർഭാഗ്യകരമാണ്. ഇരുപക്ഷത്തിനും അവരവരുടെ പ്രസംഗങ്ങൾ നടത്താനും ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ചെയ്യുന്നത് കണ്ടോ? ഇരുപക്ഷത്തിനും ആവശ്യമായ സംവാദം നടത്താനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയർ ചെയ്യേണ്ടത്. അതിനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പരമാവധി നിഷ്പക്ഷമായിട്ട് നിലപാട് സ്വീകരിക്കുന്നുണ്ട്. നടപടിക്രമങ്ങൾ പാലിച്ചും പരമാവധി പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിച്ചും പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന എല്ലാ സന്ദർഭങ്ങളിലും പരമാവധി സഹകരിച്ചും നിഷ്പക്ഷമായി തന്നെയാണ് നടപടികൾ നടന്നുകൊണ്ട് പോകുന്നത് എന്നുള്ളത് അങ്ങേക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അത് അങ്ങേക്ക് നന്നായി അറിയാവുന്ന ആൾ ഇത്തരം നിലപാട് പറയുന്നത് ശരിയല്ല. ശ്രീ സതീശൻ പൂർത്തീകരിക്കാം. സർ, ഇപ്പോൾ ഇവിടെ നോട്ടീസ് തന്നിരിക്കുന്ന വിഷയത്തിൽപ്പെട്ട 2 IAS ഉദ്യോഗസ്ഥന്മാർ, അതിലെ സീനിയർ IAS ഉദ്യോഗസ്ഥനായ രാജു നാരായണസ്വാമി എക്സിക്യൂട്ടീവ് ചെയർമാനും ബിജു പ്രഭാകർ IAS MDയുമായിരിക്കുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ച് മാസങ്ങൾക്ക് മുമ്പല്ല സർ, ഈ പറയുന്ന മെയ് 17-ാം തീയതി കഴിഞ്ഞ ആഴ്ച വന്നൊരു വാർത്തയെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിനെ സംബന്ധിച്ച് മന്ത്രി റിപ്പോർട്ട് ചോദിച്ചിട്ടുള്ളത് ഈ പറയുന്ന പരസ്പര ആരോപണം ചൊരിയുന്ന ഈ ഉദ്യോഗസ്ഥരാണ്. അത് നടപടി 24 മണിക്കൂറിനകം മന്ത്രി റിപ്പോർട്ട് തരും എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടും ഇതുവരെ റിപ്പോർട്ട് വന്നിട്ടില്ല. ആ വിഷയം ഞാൻ പറയണ്ടേ സർ? ഞാൻ ഈ വിഷയവുമായിട്ടല്ലാതെ ഒരിക്കലും വിഷയത്തിന് പുറത്ത് സംസാരിക്കുന്ന ആളല്ല. ഞാൻ രാഷ്ട്രീയം പ്രസംഗിക്കാത്ത ആളാണ്. വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ വിഷയം പറഞ്ഞു. ആ വിഷയത്തിൽ കൃഷി വകുപ്പിനെ ഈ 2 ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള തർക്കം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടി ശ്രദ്ധിക്കണം, ഗൗരവതരമായി ബാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പ്രധാനപ്പെട്ട യോഗങ്ങൾ നടക്കുന്നില്ല. 2000 കോടി രൂപയുടെ പ്രോജക്റ്റ് ഒരു വർഷം ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റ് ഏജൻസികളുമാണ്. ഒരാൾ മീറ്റിംഗ് വിളിച്ചു കൂട്ടണം, മറ്റേയാൾ അത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇവർ തമ്മിലുള്ള തർക്കം ഇന്നലെ തുടങ്ങിയ തർക്കമല്ല, 4-5 മാസക്കാലമായി ഇവർ തമ്മിലുള്ള തർക്കമുണ്ട്. ആ തർക്കവുമായി ബന്ധപ്പെട്ട് അവർ തമ്മിൽ വഴക്കിടുമ്പോൾ ആ വഴക്കും ആരോപണ പ്രത്യാരോപണങ്ങളും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും കൃഷി വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്യുമ്പോൾ അതിവിടെ ഉന്നയിക്കുന്നത് ഗൗരവമല്ലാത്ത വിഷയമാണ്. അതൊരു ഗൗരവമാർന്ന വിഷയമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് ആവർത്തിച്ച് പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ എല്ലാ ദിവസവും ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള വഴക്കാണ്. ഞാൻ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകളൊന്നും വായിക്കുന്നില്ല. എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ തന്നെ IAS ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ വീണ്ടും അടി, വീണ്ടും പോരാട്ടം, വീണ്ടും ചക്രത്തി പോരാട്ടം എന്ന് പറഞ്ഞ തലക്കെട്ടുകളാണ് എല്ലാ പത്രങ്ങളിലും ഉള്ളത്. കഴിഞ്ഞ ദിവസം ഞാനിത് നിങ്ങൾ പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ അനുസരിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി വല്ലാതെ ക്ഷുഭിതനായി. മുഖ്യമന്ത്രി വളരെ രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞാൽ അനുസരിക്കും, അനുസരിക്കാത്ത ഒരു ഉദ്യോഗസ്ഥനും അവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. സർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്.
നാട്ടിൻപുറത്ത് ഒരു വർത്തമാനമുണ്ട് സാർ. എന്താ പറയുന്നത്? ആന്റി വലിയ അടിക്കാരനാണ്, ആന്റി എല്ലാവരെയും വരട്ടും, എല്ലാവർക്കും ആന്റിയെ ഭയങ്കര പേടിയാണ്. ആരെയാണ് പറഞ്ഞത്? ആന്റി തന്നെയാണ് ഇത് പറഞ്ഞത്. അല്ലാതെ ഇത് വരട്ടുന്നതോ പേടിപ്പിക്കുന്നതോ ഒന്നും അവരെ ഏശുന്നില്ല. മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ വാചകം, ഈ നിയമസഭയിൽ പറഞ്ഞ വാചകം രൂക്ഷമായി പ്രതികരിച്ചുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥനും സർക്കാർ പറയുന്നത് കേൾക്കാത്ത ഒരു ഉദ്യോഗസ്ഥനും അവിടെ ഇരിക്കില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇന്നലെ ഈ 2 ഉദ്യോഗസ്ഥന്മാർ പത്രത്തിലും TV ചാനലിലും തോന്നിയ പോലെ പറയുമോ? സാർ, ഒരു IAS കാരൻ മറ്റേ IAS കാരൻ കള്ള IAS ആണെന്നാണ്. നിസ്സാരമായ കാര്യമാണത്, നിസ്സാരമായ കാര്യമാണ്. ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയും അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷനും പറയുന്നത് അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥൻ എന്നാണ്. അഴിമതിയാണ്, ഞാൻ അഴിമതിക്കെതിരായി പോരാടും എന്നൊരു ഉദ്യോഗസ്ഥൻ പറയുന്നു. വ്യവസായ മന്ത്രിയുടെ PS-ന്റെ സെക്രട്ടറിയുടെ ഭാര്യയെ അനർഹമായി ഇറഗുലർ അപ്പോയിന്റ്മെന്റ് നടത്തി എന്നുള്ള ആരോപണം ആരും ഉന്നയിക്കുന്നത്? ഈ ഗവൺമെന്റിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉന്നയിക്കുന്നു. ശരിയാകാം, തെറ്റാകാം. പക്ഷെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിട്ട് വിളിച്ചു പറയുമ്പോൾ അങ്ങേ ആർക്കെങ്കിലും പേടിയുണ്ടോ? ഒരാൾക്കും പേടിയില്ല. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഒരു ഉദ്യോഗസ്ഥനും പേടിയില്ല. സാർ, അതാണ് 1 വർഷം പൂർത്തിയാകുമ്പോൾ ഉള്ള സ്ഥിതി. ആന്റി വലിയ അടിക്കാരനാണെന്ന് ആന്റി മാത്രം പറഞ്ഞാൽ പോരാ സാർ. ഈ വിഷയം ഗൗരവപൂർവ്വം ഈ സഭ ചർച്ച ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, അദ്ദേഹം 2-3 കാര്യങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏതോ ഒരു ആണ്ടിയെ പരിചയപ്പെട്ട കാര്യവും അതിൻ്റെ കൂട്ടത്തിൽ പറയുകയുണ്ടായി. ഏതൊരു ഒരു വിടുവായനായ ആണ്ടിയെ പരിചയപ്പെട്ടതിൻ്റെ ആ രീതി തന്നെയാണ് അദ്ദേഹം ഇതിനകത്ത് സ്വീകരിച്ചിട്ടുള്ളത്. സർ, ആണ്ടിയെ മാതൃകയാക്കാൻ പുറപ്പെടണ്ട. അങ്ങനെയുള്ള വിടുവായന്മാർ പലരും നമ്മുടെ നാട്ടിലുണ്ടാകാറുണ്ട്. ഈ വിടുവായന്മാർക്കുള്ളൊരു ഏറ്റവും വലിയ പ്രത്യേകത, അവർ എന്താണോ ഉദ്ദേശിക്കുന്നത് അതല്ല പറയുക, മറ്റു കാര്യങ്ങൾ പറയാനാണ്. അത് ഈ ആണ്ടിയുമായുള്ള പരിചയത്തിൽ നിന്ന് ആണ്ടിയെ മാതൃകയാക്കാൻ ബഹുമാനായ VD സതീശനും പുറപ്പെടുന്നുണ്ടോ എന്നൊരു സംശയമാണ്. ഈ ആണ്ടിയതാ പറഞ്ഞത്, ആണ്ടിയാണ് അത്. ചാണ്ടി വേറെ, ഇതാണ്ടിയാണ് പറഞ്ഞത്. ഏതായാലും ആ പരിചയത്തിൽ നിന്ന് ആ ഒരു സ്വഭാവം കുറച്ചൊന്ന് കടന്നു കൂടിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. സർ, അതുകൊണ്ടാണ് ആരും എതിർക്കാത്ത ഒരു കാര്യത്തെ അദ്ദേഹം ഇവിടെ എതിർക്കാൻ തയ്യാറായത്. സർ, ഈ കേരളത്തിൽ ഈ മണ്ണിൽ ജീവിക്കുന്ന ഒരാൾ, ഒരു പ്രതിപക്ഷാംഗമോ ആരോ ഇതേവരെ എതിർക്കാത്തൊരു കാര്യത്തെ അദ്ദേഹം എതിർക്കാൻ ഇതിലൂടെ തയ്യാറായി. സർ, നമ്മുടെ നാട്ടിലുള്ള ഒരു കൂട്ടം ഹതഭാഗ്യർ, വീടില്ലാത്തവരാണ്. അവർക്ക് വീട് വെച്ച് നൽകുന്നൊരു പരിപാടി, ആ പരിപാടി അദ്ദേഹം ഇവിടെ അതിനെയും അപഹസിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. അതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഈ പറയുന്ന ഏതെങ്കിലും അദ്ദേഹം ഏതോ ഒരു പേര് പറഞ്ഞു, ആ പേരുകാർക്ക് വീട് കൊടുത്തിരിക്കുന്നു എന്നല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ആളുകൾ വീടില്ലാത്തവരുണ്ട്. ഞാനതിൻ്റെ വിശദാംശത്തിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. അവർക്ക് വീട് നൽകാനുള്ള ഒരു പദ്ധതിയാണിത്. അത് കേവലമായൊരു സർക്കാർ പരിപാടിയല്ല, നാടിൻ്റെ ഒരു പരിപാടി എന്ന നിലക്ക് നമ്മൾ നടപ്പാക്കുന്ന ഒരു പരിപാടിയാണ്. എല്ലാവരും അതിനെ സ്വാഗതം ചെയ്യുകയാണ്. സർ, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിനെ എതിർക്കണം തോന്നിയത്? ഈ അവതരിപ്പിക്കുന്ന അടിയന്തര പ്രമേയവുമായിട്ട് ഈ വിഷയം എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? 2 IAS തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം പരസ്യമായി പത്രത്തിൽ വന്നെങ്കിൽ അതും ഈ പരസ്യവുമായിട്ട് എന്താണ് ബന്ധം? അതും ലൈഫ് പദ്ധതിയുമായിട്ട് എന്താണ് ബന്ധം? അപ്പോൾ അതാണ് അദ്ദേഹം സാധാരണ നിലക്ക് കാര്യങ്ങൾ കുറച്ച് നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കുന്നതാണ് കാണാറ്. പക്ഷെ ഇന്നെന്തോ ഒരു പുറപ്പെട്ടത് ഒരു മോശമായ രീതിയിലായിട്ടാണ് വന്നു ഭവിച്ചിട്ടുള്ളത്.
സർ, ഇവിടെ IAS ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലോ IPS IAS ഉദ്യോഗസ്ഥന്മാർ തമ്മിലോ ഉള്ള ഒരു അഭിപ്രായ വ്യത്യാസവും നമ്മുടെ സംസ്ഥാനത്തെ ഭരണ നടപടികളെ പ്രതികൂലമായി ബാധിക്കത്തക്ക രീതിയിൽ ഉയർന്നു നിൽക്കുന്നേയില്ല. ഇവിടെ പലപ്പോഴും ഈ മാപ്പപേക്ഷയുടെ കാര്യം പറയുന്നുണ്ട്. ചീഫ് സെക്രട്ടറി എന്തോ സുപ്രീം കോടതിയുടെ മുന്നിൽ മാപ്പപേക്ഷ കൊടുത്തു. സർ, ഞാൻ അങ്ങക്ക് എഴുതി തരുന്ന പല കടലാസിലും എത്ര മാപ്പപേക്ഷയാണ് ഇപ്പോൾ എഴുതി തന്നിട്ടുള്ളത്? ഇവിടെ എല്ലാ മന്ത്രിമാരും ഈ ലേശം താമസിച്ചു പോയാൽ എഴുതി കൊടുക്കുന്നത് എല്ലാവരും പിന്നെ അതിദയനീയമായ ഭാഷയിലാണല്ലോ സർ. എല്ലാ ഏതിനും നിയമസഭയിലായാലും ഞാൻ പറയാ നിയമസഭയിലായാലും കോടതിയിലായാലും ഒക്കെ നാം സ്വീകരിക്കുന്നൊരു പൊതുവായ സമീപനമുണ്ട്. അത് ഒരു പിന്നെ കാലതാമസം വന്ന കാര്യം പിന്നെ മാപ്പാക്കി തരണം എന്ന് സ്പീക്കറോട് അപേക്ഷിക്കുന്നു. അത് നമ്മൾ സാധാരണ കാണുന്നൊരു അതിഭയങ്കരമായ കുറ്റം ചെയ്തതിൻ്റെ മാപ്പപേക്ഷയല്ല, സാധാരണ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായുള്ള ഒരു രീതിയാണ്. അത്തരം ഒരു നിലപാട് കോടതിയിലും സാധാരണ സ്വീകരിക്കാറുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ സർ. ഇവിടെ സാധാരണഗതിയിൽ ഒരാൾ ലേറ്റായി പോയാൽ ലേറ്റായി പോയി ക്ഷമിക്കണമെന്ന് പറയും. ഇതല്ലല്ലോ. നിരുപാധികം സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ചീഫ് സെക്രട്ടറി നിരുപാധികം മാപ്പ് ചോദിക്കാണ് ഉണ്ടായത്. അങ്ങനെ അംഗീകരിക്കാത്ത എന്താണ് സർ? അതാണ് ഞാൻ പറഞ്ഞത്. അതതിന്റെ കോടതിയുടേതായ ഒരു രീതിയുണ്ട്. കോടതിയിൽ നാം ഉപയോഗിക്കുന്ന ചില പദങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ ഭാഗമാണത്. അത് ആ നിലക്ക് കാണാൻ നമുക്ക് കഴിയണം സർ. ഇവിടെ ഈ കഴിഞ്ഞ കാലമെടുത്താൽ, ഇപ്പോഴത്തെ അവസ്ഥയെടുത്താൽ, സെക്രട്ടേറിയറ്റിൽ ആകെ ചീഞ്ഞു നാറുകയാണ് എന്ന് പറയുന്ന ഒരവസ്ഥയും നിലനിൽക്കുന്നില്ല. സെക്രട്ടേറിയറ്റിൻ്റെ കാര്യങ്ങൾ ഭദ്രമായിട്ട് തന്നെ പോവുകയാണ്. ഭരണസിരാകേന്ദ്രമെന്ന നിലക്ക് നല്ല നിലക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നുണ്ട്. ഒരു തരത്തിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ഭരണ നടപടികളെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ ഉയർന്നു വന്നിട്ടേയില്ല. ആ തരത്തിൽ അതിനെ കാണേണ്ടതായിട്ടില്ല. ഇവിടെ രണ്ട് ഉദ്യോഗസ്ഥന്മാർ, അവർ രണ്ടാളും പ്രധാനപ്പെട്ടവർ തന്നെയാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നവരുമാണ്. ബിജു പ്രഭാകരും രാജീവ് നാരായണസ്വാമിയും രണ്ടാളും ഇന്നലെ വന്നതല്ല, ദീർഘകാലമായിട്ട് സർവീസിലിരിക്കുന്നവരാണ്. അവർ തമ്മിൽ എന്തോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ കാലത്ത് പലതും പത്രത്തിൽ വരുന്നതായതുകൊണ്ട് അത് മാധ്യമങ്ങളിൽ വന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നൊരു കാര്യമല്ല. ഇവിടെ ശരിയായ രീതിയിൽ തന്നെ കൃഷി മന്ത്രി അതിൽ ഇടപെട്ടിട്ടുണ്ട്. രണ്ടുപേരിൽ നിന്നും വിശദീകരണം വാങ്ങുന്ന നിലപാടിലേക്ക് പോകുന്നുണ്ട്. ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള കരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും ഇതിനെ പ്രതികൂലമായി, നമ്മുടെ ഭരണ നടപടികളെ പ്രതികൂലമായി ബാധിക്കാതിരിക്കാനുള്ള കരുതൽ കൃഷി മന്ത്രി തന്നെ ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ, അതിൻ്റെ എല്ലാം വിശദാംശങ്ങളിലേക്കൊന്നും നമ്മളിപ്പോൾ കടന്നു പോകേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സർ. ഇവിടെ കൃഷി വകുപ്പിൻ്റെ കാര്യങ്ങൾ ഫലപ്രദമായിട്ട് തന്നെ നീങ്ങുകയാണ്. അതിൽ ഗീതാ ഗോപിനാഥിനെ വിമർശിക്കേണ്ട, അവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിമർശിക്കുന്നതിലൊന്നും തെറ്റില്ല. അതിന് അവരുടെ അച്ഛനെ പറയുന്ന കാര്യമുണ്ടോ എന്നുള്ളതാണ് സാധാരണ നിലക്കുള്ളൊരു കാര്യം. ഗീതാ ഗോപിനാഥിൻ്റെ അച്ഛൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണ് അങ്ങനെയൊക്കെ നമ്മൾ എടുക്കുന്നതെന്ന് എനിക്കത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഇനി ഈ പറയുന്നയാൾ എന്തെങ്കിലും നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വഴിക്ക് നിയമം പോയിക്കോട്ടെ, അതിലൊന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും സംരക്ഷിക്കാനല്ലല്ലോ നമ്മളിപ്പോൾ നിലകൊള്ളുന്നത്. പക്ഷേ എന്തിനാണ് അങ്ങനെയൊക്കെ ഒരു നിലപാട് ഇതിൻ്റെ ഭാഗമായി സ്വീകരിച്ചത്? അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ വിഷയദാരിദ്ര്യത്തിൻ്റെ പ്രശ്നം. ഇത് ഈ ബഹുമാനായ അംഗത്തിന് കാര്യങ്ങൾ അറിയാത്ത ഒരാളല്ല, ഇത് അവതരിപ്പിക്കാൻ അത്ര കണ്ട് യേശില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ നിശ്ചയമായി. അപ്പോൾ പിന്നെ വേറെ വഴിക്ക് പോയി. അങ്ങനെ അതിനൊരു ബലം കൂട്ടാൻ വേണ്ടി മറ്റു ചില കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന നിലയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവതരണത്തിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഭാഗമായി ഇവിടെ വന്ന മറ്റൊരു രംഗമല്ലാതെ വേറെ ഒന്നും ഇതിനകത്തില്ലല്ലോ സർ. യഥാർത്ഥത്തിൽ ആ രംഗം ഒഴിവാക്കിയാൽ
ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം നിലനിൽക്കുന്നുണ്ടോ? അപ്പോൾ ഈ പ്രശ്നം ഒരു തരത്തിലും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട സാർ, അല്ല, ഒരു സഭാ നടപടികളിലേക്ക് വീണ്ടും ഉത്തരവാദിത്തം ആ ഒരു സ്വാതന്ത്ര്യവും അവർ ദുരുപയോഗപ്പെടുത്തുകയോ അവരുടെ ബിസിനസ് റൂൾസിനനുസരിച്ച് പെരുമാറി ചെയ്തു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഗൗരവമായിട്ട് കാണും. എത്രയൊക്കെ പറയാൻ? ബഹുമാനപ്പെട്ട പ്ലീസ് ഇരിക്കൂ. മുഖ്യമന്ത്രിയുടെയും കൃഷി വകുപ്പ് മന്ത്രിയുടെയും വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നു. ബഹുമാനപ്പെട്ട സ്പീക്കർ സർ, ബഹുമാനായ മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞു മറ്റ് വിഷയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഞങ്ങൾ ഉന്നയിച്ചതെന്ന്. എനിക്ക് പറയാനുള്ളത്, അങ്ങ് മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് വിഷയദാരിദ്ര്യം ഉണ്ടാകില്ല എന്നാണ്. ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ്. പുതിയ പുതിയ വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെടുക്കണമെന്നുള്ള ആശങ്കയാണ് ഞങ്ങൾക്കാകെ ഉള്ളത്. സാർ, ഏതായാലും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ ഇത്രയും നിർജീവമായ ഒരു സർക്കാരാണ് ഇതെന്ന് പറയേണ്ടി വന്നിരിക്കുന്നു എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. സാർ, IAS തമ്മിലുള്ള അടി ഇന്നലെ ആരംഭിച്ചതല്ലല്ലോ. ഇവിടെ IAS ഉദ്യോഗസ്ഥന്മാർ കൂട്ട അവധി എടുക്കുന്ന സംഭവം ഉണ്ടായി. ഇവിടെ അവർ സെക്രട്ടേറിയറ്റിനകത്ത് യോഗം ചേർന്നു. മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നപ്പോൾ അവരെ അദ്ദേഹം വിരട്ടി വിട്ടു എന്നാണ്, ശാസിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സാർ, ഇത്രയൊക്കെ സംഭവം ഉണ്ടായത് ഈ കേരളത്തിൽ തന്നെ അല്ലേ? ഈ അടുത്ത കാലത്താണല്ലോ സാർ ഇവിടെ IPS തമ്മിൽ വഴക്കുണ്ടായത്. അതോടൊപ്പം തന്നെ DGPയും ADGPയും തമ്മിലുള്ള തർക്കമുണ്ടായതിനുള്ള വാർത്ത വന്നല്ലോ. അപ്പൊ സംസ്ഥാനത്തെ ഭരണത്തിന്റെ ഉന്നത തലങ്ങളിൽ നിൽക്കുന്ന ആളുകൾ തമ്മിലുള്ള ശീതസമരം, അവർ തമ്മിലുള്ള വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് ഭരണത്തെ ബാധിക്കുമ്പോഴാണ് ഇത് പ്രതിപക്ഷത്തിന് ഇടപെടേണ്ടി വരുന്നത്. ഇപ്പൊ വ്യക്തിപരമായി ബിജു പ്രഭാകരനും നാരായണസ്വാമിയും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് ഇവിടെ പ്രശ്നമല്ല. സാർ, ഇവിടെ ഇത് ഭരണത്തെ ബാധിക്കുന്നു. ബഹുമാനായ ശ്രീ VD സതീശന് 2000 കോടി രൂപയോളം 2000 കോടി രൂപയുടെ ബഡ്ജറ്റുള്ള വിവിധ പദ്ധതികൾ നടപ്പാക്കാൻ ബാധ്യസ്ഥരായ കൃഷി വകുപ്പ് ഡയറക്ടർ